എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാക്കുറയാണെങ്കിൽ ഉഷാറായിട്ട് ഓടുകയാണ്. അവളുടെ തൊട്ടു പിന്നില് ഖുഷീന. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോ സാക്കുറ എവിടേക്ക് പോയെന്ന് ഖുഷീനയ്ക്ക് മനസ്സിലാവില്ല. അത് കണ്ട ഹീറോയിൻ അവള് പറയും സാക്കുറയ്ക്ക് എന്തോ ഒരു പേടിയുണ്ട്, അവൾ എന്തോ ഒരു കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ടാണ് അവൾ ആരോടും കമ്പനി ആവാത്തതും നമുക്ക് പിടുത്തം തരാതെ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞതും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഖുഷീന, ഹീറോ, സാക്കുറ അവര് 3 പേരും ഇപ്പൊ ഒരു ഷോപ്പിലേക്ക് വരികയാണ്. ഹീറോ ആണെങ്കിൽ സാക്കുറയെ ഒരുപാട് പറഞ്ഞ് കൺവീൻസ് ചെയ്താണ് അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ ക്യാമറ ഒരു റിപ്പയർ ഷോപ്പിൽ കൊടുക്കും. കടക്കാരൻ അവളോട് ഇതിന്റെ ഗ്യാരണ്ടി പേപ്പർ അങ്ങനെ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ, ഇതിന് വലിയ കുഴപ്പമൊന്നുമല്ല, ഇതിന് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, ഗ്യാരണ്ടി പേപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നിനക്കിത് റെഡിയാക്കി തരാം. സാക്കുറയുടെ കയ്യിൽ ഗ്യാരണ്ടി പേപ്പർ ഉണ്ട്, പക്ഷെ അവൾക്കത് കൊടുക്കാൻ വലിയ മടിയാണ്. ഹീറോ ആണെങ്കിൽ അവളുടെ പെരുമാറ്റം ശ്രദ്ധിക്കും. അവൾ പേടിച്ച് അതിന്റെ വാറണ്ടി കാർഡ് കൊടുക്കും. അപ്പൊ തൊട്ടടുത്തുള്ളൊരു ക്യാമറ അവരങ്ങനെ ഫോക്കസ് ചെയ്ത് അവിടെ നടക്കുന്ന വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഷോപ്പിന്റെ ഉടമയാണെങ്കിൽ അവളോട് പറയും നിങ്ങളുടെ ഡീറ്റെയിൽസ്, പ്രധാനമായിട്ട് ഫോൺ നമ്പർ അത് തന്നിട്ട് വേണം പോവാൻ, ഇത് റെഡിയായി കഴിഞ്ഞ ഉടനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഉടനെ ഖുഷീനെ ആണെങ്കിൽ പെണ്ണെടുത്ത് സാക്കുറയുടെ കയ്യിൽ കൊടുക്കും. കമോൺ, ഇതിൽ നിന്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്ക്. അവളുടെ കൈയും കാലും ബോഡിയൊക്കെ നടുങ്ങി വിറയ്ക്കാൻ തുടങ്ങും. കാര്യം മനസ്സിലായ നമ്മുടെ ഹീറോ ആ പെണ്ണ് മേടിച്ച് അവന്റെ ഡീറ്റെയിൽസ് എഴുതും. ഉടനെ കടക്കാരനാണെങ്കിൽ ടെൻഷനായിട്ട് അയ്യോ ഇല്ല ക്യാമറ അത് ഇവരുടേതാണ്, സോ ഇവരുടെ ഡീറ്റെയിൽസ് വേണം അതിൽ എഴുതാൻ. ഉടനെ ഹീറോ അവനിപ്പോ ടെററായിട്ട് അയാളെ നോക്കും. നിങ്ങൾ 2 പേരും ഫ്രണ്ട്സ് ആണ്, ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ്, സോ നിങ്ങൾ ഈ ക്യാമറ റെഡിയാക്കിയതിന് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ 2 പേരും വന്ന് വാങ്ങിക്കോളാന്ന് പറയും. ഹീറോയുടെ നോട്ടവും ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ കടക്കാരന് പേടിയാവും. ആളും അതിനൊക്കെ പറയും. അങ്ങനെ ക്യാമറയൊക്കെ സേഫ് ആയിട്ട് കൊടുത്ത് നമ്മുടെ ആൾക്കാർ 3 പേരും ഇപ്പോൾ റെസ്റ്റോറന്റിലേക്ക് വരും. ഖുഷീന ആണെങ്കിൽ വാഷ്റൂമിലേക്ക് പോവും. ആ സമയത്ത് സാക്കുറ അവളിപ്പോ പതിയെ ഹീറോയോട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? അതിന് ഹീറോ നീ ഹെൽപ്പ് ഒന്നും ചെയ്യണ്ട, നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നീ ചെയ്യുക. ആ ഫൈറ്റ് നീ മാത്രമാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റിന്റെ ഫ്യൂച്ചർ അതിപ്പോ നിന്റെ കയ്യിലാണ്, സോ നിന്റെ മനസാക്ഷിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നോ അത് നീ ചെയ്യണം. അവള് പറയും അത് തുറന്നു പറയാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ചില കാര്യങ്ങൾ എന്നെ പുറകിലേക്ക് വലിക്കുന്നു. അത് കേട്ട് ഹീറോ ആണെങ്കിൽ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കും. നീ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുവെന്ന് എനിക്കറിയാം, പക്ഷെ അതെന്നോട് പറയാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിനവള് പറയും നിന്റെ കണ്ണുകൾ കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നില്ല, വല്ലാത്ത ഒരു ആത്മവിശ്വാസം, അതുകൊണ്ടാണ് എല്ലാം നിന്നോട് തുറന്നു പറയാം എന്ന് തോന്നുന്നത്. അവളാണെങ്കിൽ കൂടുതലായിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കും, പക്ഷെ അപ്പോഴേക്കും ഖുഷീന അവിടേക്ക് വരും. പിന്നീട് അവർ 3 പേരും ടീ ഒക്കെ കുടിച്ച് ബൈ ബൈ പറഞ്ഞു പോവും. ഖുഷീന ആണെങ്കിൽ ഹീറോയോട് പറയും ഞാൻ അല്പസമയം കഴിഞ്ഞ് റൂമിൽ വന്ന് നിന്നെ മീറ്റ് ചെയ്യാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹീറോ അവൻ റൂമിലെത്തിക്കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ഖുഷീന റൂമിലേക്ക് വരും. അവളുടനെ അവളുടെ ഫോണിലുണ്ടായിരുന്ന ചില പിക്സ് അതിപ്പോ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കാണ്. ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ ഫോട്ടോ. അത് മറ്റാരുടെ ഫോട്ടോ അല്ല, സാക്ഷാൽ സാക്കുറയുടെ ഫോട്ടോ ആണ്. ഹീറോയ്ക്ക് പിടിയിട്ടും ഈ ഒരു നേക്കഡ് ഫോട്ടോസിന്റെ കാര്യം ഇത് മറ്റുള്ളവർ അറിയാതിരിക്കാനാണ് സാക്കുറ അവൾ എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത്. അവളിപ്പോ കണ്ണിൽ വെച്ചിരിക്കുന്ന ആ സ്പെക്സ് അതുപോലും വെറും ഫേക്കാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് സാറട ഖുഷീനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കും. ചെമ്പമുടിയനുമായിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്, സോ ഞാൻ കണ്ട കാര്യം എല്ലാവരോടും പറയാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ട് ഖുഷീനയ്ക്കും ഹീറോയ്ക്കും ഭയങ്കര സന്തോഷം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഹീറോയെ കണ്ട ഹീറോയിനാണെങ്കിൽ അവനോട് കാര്യങ്ങൾ ചോദിക്കും. നീ കഴിഞ്ഞ ദിവസം മുഴുവൻ ഖുഷീനയുടെ കൂടെയായിരുന്നല്ലേ? എന്നോട് എപ്പോഴെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ നീ വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാം ചെയ്യുക. എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഖുഷീനയുടെ കൂടെ നീ ഒരു ദിവസം മുഴുവൻ ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നു, അതിൽ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തായാലും കുഴപ്പമില്ല, പ്രസിഡന്റ് നമ്മളെ എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് പോകണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പ്രസിഡന്റും അവരുടെ ക്ലാസ് ടീച്ചറും ക്ലാസ് സിയിലെ ടീച്ചറും ക്ലാസ് ഡിയിലെ നമ്മുടെ സ്റ്റുഡൻസും ക്ലാസ് സിയിൽ ഫൈറ്റ് ഇട്ടവരും അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ അവളുടെ ചേട്ടൻ പ്രസിഡന്റിനെ കണ്ട് ഒരുപാട് നെർവസ് ആവും. അവൾ പ്രത്യേകിച്ച് ഒന്നും പറയാതെ തല താഴ്ത്തിയിരിക്കും. ഉടനെ നടന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങും. അത് കേട്ട് ചെമ്പമുടിയൻ അവൻ എഴുന്നേറ്റ് ഒന്ന് പറയും ഞാൻ ഒരിക്കലും അവരെ തല്ലിയിട്ടില്ല, അവരാണ് എന്റെ അടുത്തേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ അവരെ കഴിഞ്ഞ് നന്നായിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കും, അതുകൊണ്ടാണ് അവർക്ക് എന്നോട് അസൂയ. ആ ഒരു കാരണം മുൻനിർത്തിയാണ് അവരെന്നെ തല്ലിയത്. ക്ലാസ് സിയിലെ ടീച്ചറാണെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ മുഖത്തേക്ക് നോക്കും. ക്ലാസ് സിയിലെ സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ പരുക്ക് പറ്റിയിരിക്കുന്നത്. ഡിയിലുള്ള ഈ സ്റ്റുഡന്റിന് യാതൊരു പരുക്കും പറ്റിയിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ അവരെ അടിച്ചത് ഈ ചെമ്പമുടിയൻ തന്നെയാണെന്ന്. ആക്ച്വലി ക്ലാസ് സിയിലെ കുട്ടികളെ അടിച്ചത് വേറൊരു ഡോണാണ്. ആ സ്കൂളിലെ തന്നെ നമ്പർ 1 ക്രിമിനൽ മൈൻഡുള്ള ഒരു പയ്യൻ.
അതേസമയം ഹീറോ ആണെങ്കിൽ ഹീറോയിനെ തന്നെ നോക്കും. ഇങ്ങനെ സിറ്റുവേഷൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ചേർന്ന് നമ്മുടെ ചെമ്പൻമുടിയനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് അവന് മനസ്സിലാവും. ഹീറോയിൻ നിസ്സംഗമായിട്ടിരിക്കുന്ന കണ്ട് നമ്മുടെ ഹീറോ അവളുടെ ഇടുപ്പിൽ പിടിച്ച് കൈകൊണ്ട് അമർത്തും. അവള് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഹീറോയോട് ദേഷ്യപ്പെടും. നീ എന്തായി ചെയ്യണേ? അതിനാവും പറയും, നീ ഇങ്ങനെയും മിണ്ടാതിരുന്ന നമ്മളിതിൽ തോറ്റുപോകും. ഇത് ചെമ്പൻമുടിയന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്, നമ്മുടെ ക്ലാസിന്റെ അഭിമാനമാണ്. സോ നീ ഇനിയും സൈലന്റ് ആയിട്ട് ഇരിക്കരുത്. ഉടനെ ഹീറോയിൻ ആണെങ്കിൽ ആ അടി കിട്ടിയ 3 പേരിൽ ഒരാള് അവനോട് ചോദിക്കും, ആക്ച്വലി നിനക്ക് മാത്രമല്ലേ ബാസ്കറ്റ് ബോളുമായിട്ട് കണക്ഷനുള്ളൂ, പിന്നെന്തിനാ ചെമ്പൻമുടിയും വിളിച്ചപ്പോ നിങ്ങൾ 3 പേരും അവിടേക്ക് പോയത്? അതിനവൻ പറയും, ആക്ച്വലി എനിക്ക് അവനെ ഭയങ്കര പേടിയാണ്, അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചാണ് എന്റെ 2 ഫ്രണ്ട്സിനെയും ഞാൻ കൂടെ കൊണ്ടുപോയത്. അപ്പോഴായിരിക്കും ഹീറോയിന് മറ്റൊരു ബുദ്ധി വെളിച്ചുണ്ടാവുക. അവളിപ്പോ അവന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ എഴുന്നേപ്പിച്ച് നിർത്തും. നീ ആക്ച്വലി ഇവരെ 2 പേരെയും ഒരു സെക്യൂരിറ്റി ആയിട്ടല്ലേ കൊണ്ടുപോയെ? ചെമ്പൻമുടിയെ അടിച്ച് തോൽപ്പിക്കാൻ നീ കൂട്ടിന് ഇവരെ 2 പേരെയും കൊണ്ടുപോയി, അതല്ലേ സത്യം? അത് കേട്ട് അവനാണെങ്കിൽ ഒരു വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുക്കും. അയ്യോ ഇല്ല ഇല്ല, ഈ പെണ്ണിത് എന്തായി പറയണേ? ഞാൻ ജസ്റ്റ് എന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം, എന്റെ വെറും സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് ഇവരെ 2 പേരെയും കൂടെ കൂട്ടിയത്, അല്ലാതെ ഞങ്ങളുടെ മനസ്സിൽ അവനെ അടിക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഹീറോയിനാണെങ്കിൽ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ 3 പേരുണ്ടായിരുന്നു, നിങ്ങൾ 3 പേരും അവന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ ഇങ്ങനെ അടിക്കുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? തിരിച്ചവനെ അടിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ കൈ ഓങ്ങിയില്ല? അതിനവൻ പറയും, ഇൻ കേസ് ഞങ്ങൾ അവനെ അടിക്കുകയാണെങ്കിൽ കുറ്റം ഞങ്ങളുടെ മേൽ വരും, കാരണം ഞങ്ങൾ 3 പേരും അവൻ ഒറ്റ ആളുമാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനും ഞങ്ങൾക്ക് അവനെ അടിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടുമാണ് ഞങ്ങൾ സ്ട്രെയിറ്റ് വന്ന് കംപ്ലൈന്റ് ചെയ്തത്. ഇതെല്ലാം കേട്ട് ഹീറോയിനാണെങ്കിൽ അവരോട് പറയും, എന്റെ കയ്യിൽ ഒരു സാക്ഷിയുണ്ട്, അവൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞ് സാക്കുറയെ നോക്കി ഇപ്പൊ വിരൽ പോയിന്റ് ചെയ്യും. സാക്കുറയ്ക്കാണെങ്കിൽ ഓൾറെഡി ഭയങ്കര പേടിയാണ്. അവൾ പേടിച്ച് വരച്ച് അവളെ കൊണ്ട് പറ്റും പോലെ പതിഞ്ഞ ശബ്ദത്തിൽ എല്ലാവരോടും പറയും, അതെ ഞാനത് കണ്ടിരുന്നു, ഇവര് 3 പേരും ചേർന്നാണ് അവനെ അടിച്ചത്, വേറെ വഴിയില്ലാതെ അവൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരെ 3 പേരെയും തട്ടിമാറ്റി അവിടുന്ന് കടന്നുപോയത്. ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്. അവൾ പറയുന്നത് കേട്ട് ഇപ്പൊ ക്ലാസ് എയിലെ ടീച്ചർക്ക് ഒരുപാട് ദേഷ്യവും. നീ ഇത്രയും ദിവസവും എവിടെയായിരുന്നു? നീ പറയുന്നത് സത്യമാണെങ്കിൽ നീ എന്തുകൊണ്ട് ഈ കാര്യം മുൻപ് ഞങ്ങളെ അറിയിച്ചില്ല? അതിനവള് പറയും, സത്യത്തിൽ എനിക്ക് എല്ലാവരെയും പേടിയാണ്, പേടിയുള്ളതുകൊണ്ടാ ഞാനിത് ആരോടും പറയാഞ്ഞേ. ആ ടീച്ചറാണെങ്കിൽ തീർത്തു പറയും, ഇതെല്ലാം ഇവരൊരുമിച്ചുള്ള പ്ലാനിങ് ആണ്, വലിയൊരു പച്ച കള്ളം പറഞ്ഞ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണിച്ച് അവനെ രക്ഷിക്കാനുള്ള പ്ലാൻ. അതിന് ഹീറോയിൻ പറയും, ഒരു കാരണവശാലും എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ആക്ച്വലി ഞങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് ഏറ്റവും പേടിത്തൂറി അത് ഇവളാണ്. സോ അങ്ങനെ ഒരു നാടകം കളിക്കണമെങ്കിൽ ഒരിക്കലും ഞാൻ ഇവളെ സെലക്ട് ചെയ്യില്ല. ഇവളീ കാര്യം കണ്ടത് അവൾക്ക് പറയാൻ ഒരുപാട് പേടിയായിരുന്നു. വളരെയധികം കൺവിൻസ് ചെയ്തിട്ടാണ് ഈ സത്യം പറയാൻ അവൾ സമ്മതിച്ചത്. ഉടനെ സാക്കുറയാണെങ്കിൽ അവളുടെ ക്യാമറയിലെ SD കാർഡ് അതവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും. അതിൽ ലാസ്റ്റത്തെ ഫോട്ടോയിൽ അവർ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അത് കണ്ട് വീണ്ടും ക്ലാസ് സിയിലെ ടീച്ചർ ആള് തർക്കിക്കുകയാണ്. ഇതിൽ ആരാണ് ആദ്യം ഫൈറ്റ് ചെയ്തത് എന്ന് കാണിക്കുന്നില്ല. 2 ക്ലാസ്സിലെ കുട്ടികളും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കോംപ്രമൈസ് ചെയ്യാം. ചെമ്പൻമുടിയൻ സൂഡോയെ അവനെ 2 ആഴ്ചത്തേക്കും എന്റെ സ്റ്റുഡൻസിനെ അവരെ 1 ആഴ്ചത്തേക്കും സസ്പെൻഡ് ചെയ്യാം. അതാണ് ഇതിന് പറ്റിയ ഏക സൊല്യൂഷൻ. ഉടനെ ക്ലാസ് സിയിലെ ടീച്ചർ ആണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. സൂഡോ പണ്ട് മുതലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആൾക്കാരോട് ഫൈറ്റ് ചെയ്യുക, ആവശ്യമില്ലാതെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് എല്ലാവരും സൂഡോയെ തെറ്റ് ചെയ്യാഞ്ഞിട്ട് പോലും ബ്ലൈൻഡ് ആയിട്ട് തെറ്റുകാരനാണെന്ന് മുദ്ര കുത്തിയത്. ഉടനെ അവസാനമായിട്ട് അവരൊരു തീരുമാനമെടുക്കും. ഒരേ ഒരു ദിവസം അവർക്ക് 2 പേർക്ക് സമയം കൊടുക്കും. ആരാണ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് അവർക്കത് കൺഫസ് ചെയ്യാൻ. സത്യം തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ അടുത്ത ദിവസം കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. സാക്കുറയാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് സോറി പറയും. ഐ എം സോറി, ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. ഞാൻ ആദ്യമേ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു. അത് കേട്ട് ഹീറോ, അങ്ങനെയൊന്നുമില്ല, നിനക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നീ കറക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. ഉടനെ ഹീറോയിന്റെ ബ്രദർ ആ ലീഡർ അവനിപ്പോ ഹീറോയുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വന്ന് ചുമരിൽ ആഞ്ഞടിക്കും. സാക്കുറ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമോ? അതിന് ഹീറോ അവൻ പ്രത്യേകിച്ച് യാതൊരു പേടിയും ഇല്ലാതെ ആ ലീഡറിനെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.